ചീപ്പാണ്, വളരെ ചീപ്പാണ്. പുറത്തെ കാര്യങ്ങൾ വരെ വീടിനകത്ത് കൊണ്ടുവന്നിട്ട് അടിപൊട്ടിക്കുന്നു. ഇത്രയും നേരം ഇവർ ഇതിനകത്ത് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് ഈ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ മസ്താനിയും ആർ.ജെ. ബിൻസിയും കൂടെ നടന്ന അടി അത് വെളിയിൽ വെച്ചിട്ടുള്ള ഒരു ഇന്റർവ്യൂവിന്റെ ബാക്കിയാണ് അകത്ത് നടന്നത്. ഒട്ടുമേ ശരിയല്ല. ബിഗ് ബോസ് വീടുമായിട്ട് ബന്ധമുള്ള കാര്യമല്ല ഇത്. ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ ബിൻസിയുടെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മസ്താനിയുടെ ഇന്റർവ്യൂമായിട്ട് ഉള്ള അടിയാണ് ഇപ്പം അതിനകത്ത് നടന്നു കഴിഞ്ഞത്. ഇനിയിപ്പം 5 പേര് വരാനുണ്ട്. ആര്യനുണ്ട്, ബിന്നിയുണ്ട്, ലക്ഷ്മിയുണ്ട്, ഒനീലുണ്ട്, സാബുമാൻ ഉണ്ട്. ഇവരുടെ പ്രൊമോ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുവരെയൊന്നും എത്തിയിട്ടില്ല കാര്യങ്ങൾ. ഇപ്പോൾ ഒന്ന് ഒതുങ്ങി ശാന്തമായി പരദൂഷണങ്ങളൊക്കെ ഒരു അറ്റത്തൂടെ ഒതുങ്ങി വരുന്നുണ്ട്. എന്നാലും അപ്പാനി, അക്ബർ, കലാഭവൻ, ആദില, നൂറ, ഷൈത്യ, റന ഇവർ 7 പേരും കൂടെ ഇരുന്നാണ് ഞെരിച്ചോണ്ടിരിക്കുന്ന പരദൂഷണമായിട്ട്. ശരിക്കും ഭയങ്കര ബുള്ളിയാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അക്ബറും എനിക്ക് പറഞ്ഞ ഈ പുറത്തു പോയവരെന്തോ ആയിക്കോട്ടെ, അക്ബറും ആദിലയും നൂറ അതിനടുത്ത് എഴുന്നേറ്റ് മാറിയിരുന്നെങ്കിൽ അവർക്ക് കിട്ടാനുള്ള കുറച്ച് വോട്ടുകൾ വന്ന് കിട്ടിപ്പോയേനെ. ഇവരുടെ കൂട്ടത്തിൽ ചേർന്ന് ഇനിയിപ്പോൾ ഇവരും കൂടെ നെഗറ്റീവ് ആകുമോ എന്നുള്ളൊരു സംശയമേ ഉള്ളൂ. എന്താണ് അതിനകത്ത് നടന്ന അടിയെന്നും യഥാർത്ഥ സംഭവം എന്താണെന്ന് പറയണ്ടേ? പറഞ്ഞു തരാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മസ്താനി എടുത്ത് ബിൻസിക്ക് കലിപ്പുണ്ട്. വേറെ ഒന്നുമല്ല, ബിൻസി എവിക്റ്റായി പോയ സമയത്ത് മസ്താനി അന്ന് വയൽക്കാടായിട്ട് കയറിയിട്ടില്ല വീട്ടിൽ. അപ്പോൾ മസ്താനി ബിൻസിയെ ഇന്റർവ്യൂ ചെയ്തു. അപ്പോൾ അതിനകത്ത് അപ്പാനിയുമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചിട്ടൊക്കെ ചോദിച്ചു. ഈ ഇന്റർവ്യൂ ഭയങ്കരമായിട്ട് വൈറലായി. ദാരിദ്ര്യമായിരുന്നോ എന്നൊക്കെയുള്ള ലെവലിലുള്ള ചോദ്യങ്ങളെല്ലാം വന്നു. അപ്പോൾ ഇത് ബിൻസിക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആയിട്ട് ബാധിച്ച് ഓൾറെഡി അനു മറ്റേ സ്റ്റേറ്റ്മെന്റ് ഇവിടെ പറഞ്ഞിട്ട് നിൽക്കുന്ന സമയമാണ്. നീ കാരണമാണ് ഒരു പെണ്ണോടെ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞിട്ട്. അപ്പാനി ഈ സമയം വീടിനകത്താണ്. അപ്പോൾ ബിൻസിയുടെ ഈ ഇന്റർവ്യൂ മസ്താനി ചോദിച്ച അപ്പാനിയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ, ആ വിഷയം ഭയങ്കര വൈറലായി. ബിൻസി ഭയങ്കര ഡൗൺ ആയി. ഇത് മസ്താനിയുടെ അടുത്ത് എന്തെങ്കിലും ചോദിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണല്ലോ ഇത് ഹൗസിനകത്തേക്ക്. അതിനുശേഷമാണ് മസ്താനി എന്ത് ചെയ്തത്? ഈ പറഞ്ഞ ബിഗ് ബോസ് വീടിനകത്ത് വന്നത്. മസ്താനിയുടെ അടുത്ത് ചോദിക്കായിരുന്ന സമയത്ത് മസ്താനി വയൽക്കാടായിട്ട് കയറി. 2 ആഴ്ച കഴിഞ്ഞ് ഭൂലോകം ഇത് പറഞ്ഞ് ഔട്ടായി, എല്ലാം വെളിയിലായി. മസ്താനി പിന്നെ ആരുടെ കണ്ണിപ്പോലും കാണാത്ത ലെവലിൽ ഒളിച്ച് നടക്കുമായിരുന്നു ഇത്രയും കാലം. അപ്പൊ കിട്ടിയ അവസരം നോക്കി ബിൻസി എന്ത് ചെയ്തു? വീടിനകത്ത് വന്നപ്പോഴത്തേക്കും ഈ വിഷയം സംസാരിക്കാനായിട്ട് ഇന്നലെ അനുവിനൊരു അടി പൊട്ടിക്കാൻ നടന്നപ്പം മസ്താനിക്ക് ഒരു അടി പൊട്ടിക്കാനായിട്ട് നടക്കുവാണ്. പക്ഷെ മസ്താനി എന്ത് ചെയ്തിട്ടില്ല? ഈ സംഭവം എടുത്ത് തലയിൽ വെച്ചിട്ടില്ല. പക്ഷെ ബിൻസിക്ക് കലിപ്പുണ്ടെന്നറിയാം. അങ്ങനെ മസ്താനി ഇന്ന് രാവിലെ ബിൻസിയുടെ അടുത്ത് ബിൻസി എന്താ മിണ്ടാത്തെന്ന് ചോദിക്കുമ്പോൾ ബിൻസിക്ക് എപ്പോഴേ ഇളവിയിരിക്കുകയാണ്. ആഹാരം കഴിക്കാൻ ഇരുന്നപ്പോഴത്തേക്കും പറയണം മസ്താനി ആ പുറത്ത് വെച്ച ഇന്റർവ്യൂവിൽ എൻ്റെ അടുത്ത് ചോദിച്ച കാര്യങ്ങൾ അത് വളരെ മോശമാണ്. അപ്പോഴത്തേക്കും മസ്താനി പറഞ്ഞിട്ട് പുറത്ത് വെച്ചിട്ടുള്ള ഇന്റർവ്യൂവിന്റെ കാര്യമാണെങ്കിൽ അത് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത എന്തെങ്കിലും അതിനകത്ത് നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിലോ പറഞ്ഞിട്ടുണ്ടെങ്കിലോ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വിത്തൗട്ട് കൺസെന്റിൽ നമ്മൾ ഒന്നും ചെയ്യില്ല. നിങ്ങൾ കൺസെന്റ് തന്നിട്ടാണ് നമ്മൾ ആ ഇന്റർവ്യൂ ഇട്ടത്. അപ്പം ഈ ഇന്റർവ്യൂ ഇടരുതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? നിങ്ങളത് പറയണമായിരുന്നു. അത് നിങ്ങൾ പറഞ്ഞു ഇല്ല. അപ്പൊ അത് അങ്ങനെയാണെങ്കിലും ഇങ്ങനെയാണെങ്കിൽ എന്നൊക്കെ ബിൻസി പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്റർവ്യൂ ഈ പറയുന്ന പോലെ കൊടുത്തിട്ടുള്ള ഒരു പേഴ്സണാണ്. ഞാൻ വലിയ ആളൊന്നുമല്ല, കുഞ്ഞ് ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ള ഒരു പേഴ്സണാണ്. 2-3 ഇന്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് 1-2 കാര്യങ്ങൾ നമ്മൾ ഇന്റർവ്യൂവിൽ പറഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന കാര്യങ്ങൾ, ഇപ്പം ഞാനിവിടെ ട്രിവാൻഡ്രത്ത് വന്നപ്പോഴേ എനിക്ക് വേണ്ടായിരുന്നു അത്, ആ കാര്യം ഞാൻ പറയേണ്ടത്. ഞാൻ വിളിച്ച് ഇതുപോലെ എൻ്റെ കേസ് അത് ഇത് കട്ട് ചെയ്യണേ, അതങ്ങ് വിട്ടേക്ക്. വളരെ സിമ്പിളാണ്. എന്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്റർവ്യൂവിൽ ആ ഒരു ചെറിയൊരു പോർഷൻ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് അംഗീകരിക്കുകയും ചെയ്യും, അവരത് കട്ട് ചെയ്ത് കളയുകയും ചെയ്യും. ഇത് മസ്താനിക്ക് ചെയ്യാമായിരുന്നു. മസ്താനി പറഞ്ഞത് എന്തൊക്കെയാണെന്നൊരു ബോധം മസ്താനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ മസ്താനിക്ക് എന്ത് ചെയ്യാമായിരുന്നു? ഈ പറഞ്ഞ ഈ സാധനം കട്ട് ചെയ്യിപ്പിക്കാമായിരുന്നു. അത് മസ്താനി ചെയ്തിട്ടില്ല. എന്നിട്ട് അതിൻ്റെ പേരിലാണ് വീടിനകത്ത് വന്നിട്ട് അടി നടക്കുന്നത്. ആരുമായിട്ട്? ഈ പറയുന്ന ആർ.ജെ. ബിൻസിയായിട്ട് വഴക്ക് നടക്കുന്നത്. അങ്ങനെ വഴക്ക് നടന്ന് വരുമ്പോഴത്തേക്കും അപ്പം ആ ഒരു കേസിൽ, ഇന്റർവ്യൂവിന്റെ കേസിൽ മസ്താനിയുടെ ഭാഗത്ത്, ആർ.ജെ. ബിൻസിയുടെ ഭാഗത്താണ് തെറ്റ് പറയാനുള്ളത്. ഇന്റർവ്യൂവറായിട്ടിരിക്കുന്നവർ പല പല ചോദ്യങ്ങളും ചോദിക്കും. നമുക്ക് അറിയാവുന്നതാണ്. നമുക്ക് താല്പര്യമില്ലാത്തതാണെങ്കിൽ അന്നേരം പ്രതികരിക്കാം, ഇല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇടരുതെന്ന് പറയാം. ഓക്കെ ഫൈൻ. അവിടെ ബിൻസിയുടെ ഭാഗത്താണ് തെറ്റ്. ഇനി രണ്ടാമത്തെ കേസ്, ഹൗസിനകത്ത് വെച്ചിട്ട് മസ്താനി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, നീ ഇവിടെ നിന്ന് എങ്ങനെയാ പോയത്? ഓട്ടോയിലല്ലേ, ചാച്ചന്റെ ഓട്ടോയിലല്ലേ എവിക്റ്റായി പോയത് എന്ന് ചോദിച്ചു. അത് മസ്താനി പറഞ്ഞ തെറ്റ് തന്നെയാണ്. അന്ന് കണ്ടുകൊണ്ടിരുന്ന നമ്മൾ ഉൾപ്പെടെയുള്ള പലരും പറഞ്ഞ സാധനമാണ്. ബിൻസിയെ ഓട്ടോയിൽ കയറ്റി വിട്ട പരിപാടി ഒട്ടും ശരിയായില്ല. കാരണം അവിടെ നിന്ന് എവിക്റ്റായി ഓരോ കണ്ടസ്റ്റൻസ് പോകുമ്പോൾ പോലും അവരെ മാനസികമായി എവിക്റ്റ് ചെയ്താണ് വിടുന്നത്. കാരണം ബിൻസി അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അവളുടെ അച്ഛനും അവളുടെ അച്ഛൻ്റെ ഓട്ടോയും ഒക്കെ അതിന് വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ്. കാരണം ആ ഓട്ടോ കാരണമാണ് ബിൻസിയുടെ അച്ഛന് വരുമാനം കിട്ടുന്നതും ബിൻസി എന്ന് പറയുന്ന ഒരു ആൾ വളർന്നു വലുതാവുന്നതും ആണല്ലോ. അപ്പം അതേ ഓട്ടോയിൽ തന്നെ ബിൻസിയെ പറഞ്ഞു വെച്ചത് ശരിയല്ല എന്ന് അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കേസ് എടുത്ത് വെച്ച് മസ്താനി നീ എങ്ങനെ അടിവിടന്ന് പോയത് എന്ന് പറഞ്ഞു. അപ്പം ഇത് ചാച്ചന്റെ ഓട്ടോയിലല്ലേ പോകുന്നത് ചോദിക്കുന്നതോടുകൂടി ബിൻസിക്ക് പ്രാന്തളവുന്നു, അടിച്ച് നിന്റെ കാലം പൊട്ടിക്കും എന്നുള്ള ലെവലിൽ ബിൻസി
ഉറഞ്ഞു തുള്ളി ചാടുകയാണ്. നീ എങ്ങനെയാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്? ഞാൻ എനിക്ക് പോകാനൊരു ഓട്ടോ എങ്കിലും ഉണ്ടായിരുന്നു, നിന്നെ അവിടെ നാട്ടി ഇറക്കിയല്ലേ വിട്ടത്? ആരുടെങ്കിലും മുമ്പിൽ പോകാൻ നിനക്ക് പറ്റുന്നുണ്ടോടി? നീ നാണം കെട്ട് നടക്കുവാനടി, എന്തൊക്കെയാണ് നീ ഇവിടെ വന്ന് കാണിച്ചത്? നീ എന്ത് മോശമായിട്ടാണ് കാണിക്കുന്നത്? നിനക്ക് ഒരാളുടെ തലയിൽ കൂടെ മുണ്ടിട്ടാണോടി നീ ഇപ്പം നടക്കുന്നത്? ആരുടെയെങ്കിലും കൺമുന്നേ വരാണ്, നിനക്ക് മറുപടി ഉണ്ടോടി പറയാൻ? സ്ക്രീൻ സ്പേസ് എന്ന് പറഞ്ഞ് മസ്താനി അങ്ങ് പോകുന്നു. RJ ബിൻസി എടുത്തിട്ട് അലക്കി മസ്താനിയെ കൊന്നു വാരി വെക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവരുടെ പുറത്തെ ഇന്റർവ്യൂവിന്റെ വിഷയമാണെങ്കിൽ അത് പുറത്ത് വെച്ച് സംസാരിക്കേണ്ട കാര്യമാണ്. ഷൈത്യയുടെയും മനുവിന്റെയും വിഷയം വീടിനകത്തുള്ളതാണ്, ബിൻസിയുടെയും അപ്പാനുടെയും വിഷയം വീടിനകത്തുള്ളതാണ്, ഇതെല്ലാം ഷാരികയുടെയും മാധുരയുടെയും വിഷയം വീടിനകത്തുള്ളതാണ്. ഇത് പുറത്തൊരു വിഷയമാണ്. ഇതിനെ വരെ ഇതിനകത്ത് കൊണ്ട് വലിച്ചിട്ട് നമ്മളെ കൂടി പ്രേക്ഷകരെ കൂടി ഇത് കാണിക്കേണ്ട യാതൊരുവിധ കാര്യമില്ലായിരുന്നു ബിൻസി. മസ്താനി അങ്ങോട്ട് പോയി ചൊറങ്ങി ഈ കേസ് ചോദിക്കാൻ പോയിട്ടില്ല. ബിൻസിയാണ് ഈ സാധനം എടുത്തിട്ടതും ഒന്ന് ഫയർ ആവാൻ നോക്കിയത്. ബിൻസി ഫയറൊക്കെ ആയി, പക്ഷെ സ്വയം നാറിക്കൊണ്ട് ഫയർ ആയിട്ട് യാതൊരുവിധ കാര്യവും അവിടെ ഇല്ല. എൻ്റെ ഒപ്പീനിയൻ ഇതാണ്. അപ്പോൾ ഇത് ഭയങ്കരമായി വഴക്കാവുന്നുണ്ട്. അപ്പാനിക്ക് ഇത് കണ്ടുകൊണ്ടിരുന്ന് ചിരിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അപ്പാനി എന്ത് ചെയ്യുന്നുണ്ട്, തലേന്ന് രാത്രി ഇങ്ങനെ അനുമോൾ ഇങ്ങനെ ടർക്കി ഇട്ടുകൊണ്ട് വന്നപ്പോഴത്തേക്കും ആര് ജയിക്കും എന്ന് നോക്കുമ്പോൾ നൂറ എന്ന് പറഞ്ഞപ്പോൾ നൂറയോ എന്നിങ്ങനെ പറഞ്ഞ സാധനം അക്ബറിന്റെ അടുത്തും നൂറയുടെ അടുത്തും ആദിലയുടെ അടുത്തും റനയുടെ അടുത്തും സരികയുടെ അടുത്തും ഷൈത്യയുടെ അടുത്തും ഒക്കെ ഇങ്ങനെ പറഞ്ഞവരൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിരിച്ച് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അനുമോളൊന്ന് ചെറുതായിട്ട് ഇപ്പം അധികം ആരും ഒറ്റയ്ക്ക് ചെയ്യാൻ പോകുന്നില്ല. കുറച്ചൊരു കഴിയുമ്പോൾ തുടങ്ങുമായിരിക്കാം. വെയിറ്റ് ചെയ്യാം. അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ.